ഗൈസ് നമ്മളിപ്പോൾ കുറച്ച് കുടകൾ പാക്കിങ്ങിലാണ്. ഒരു 5 പേർക്ക് കൊറിയർ അയക്കാനുണ്ട്. അതിൻ്റെ പാക്കിങ്ങിലാണ്. പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ മൊത്തം 3 പാക്ക് ചെയ്തു. ഒരെണ്ണം ഫുള്ളാക്കിയിട്ടില്ല, ഇനി പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ബാക്കിയുള്ള പാക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് രണ്ടും ഓരോരുത്തർക്ക് വേണ്ടിയാണ്. തൊപ്പിക്കൂടെ ഉണ്ട്, ഒരു കാലം കൂടെ ഉണ്ട്. ഇത് രണ്ടും കാലം കൂടെയാണ്. ഇതിൽ ഒരെണ്ണമായിട്ട്, ബാക്കി ഒരെണ്ണം രണ്ടെണ്ണമായിട്ട്, അങ്ങനെയാണ്. ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3 കൂടെയാണ്. ഒരാൾക്ക് തന്നെ 3 കൂട കാണാൻ പറ്റണല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കിനൊക്കെ കുടകൾ വേണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടൊക്കെ ഒന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെയല്ലേ സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ ക്രിസ്മസൊക്കെ വന്നത്. അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാനോ അങ്ങനെ വല്ലതും വേണമെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി മെറ്റീരിയൽ ഉണ്ട്, ഉണ്ടാക്കാനുണ്ട്. ഇത് ഫുള്ള് കഴിക്കണമെന്ന് മെറ്റീരിയലില്ല, ഈ പെട്ടിയിലിരിക്കണത്. ഇതുവരെയും എടുത്തിട്ടില്ല. ബാക്കിയുള്ളത് പണി സാധനങ്ങൾ, പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെ. സ്ഥലമൊക്കെ കുറവാണ്. ഹാളിലൊക്കെ ഇരുന്നാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നത്. പിന്നെ ബാക്കിയുള്ളത് കട്ടിൻ്റെ അടിയിലൊക്കെ ആയിട്ടൊക്കെ ഇരിക്കണത്. സ്പേസ് കുറവാന്നേ. ഈ സെറ്റിയുടെ അടിയിൽ, ദിവങ്കോട്ടിൻ്റെ അടിയിൽ കുറച്ച് കുടകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ കട റൂമൊക്കെ പണിയാൻ പറ്റും. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വലിയ ഓർഡറുകളൊക്കെ തന്ന്, വലിയ ഓർഡറുകൾ തന്നില്ലെങ്കിലും 1-2 കുടകളൊക്കെ കിട്ടി ഓർഡറുകളൊക്കെ തരാണെങ്കിൽ എനിക്കത് അനുസരിച്ച് ഒരു കട റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓർഡർ കൂടുന്നതനുസരിച്ച് നമുക്ക് വരുമാനം കൂടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു ചെറിയ ഷോപ്പൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ സൗകര്യങ്ങളൊക്കെ ആകെ കുറവാണ്. സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കണേ. ഹാളിൽ അവിടെയൊക്കെ ആയിട്ട്, ആ മൂലൊക്കെ ആയിട്ടൊക്കെ ഇരിക്കണം സെറ്റ്. ഓരോ അടിയിലൊക്കെ ആയിട്ടാണ് സംഭവങ്ങൾ നമ്മൾ വെച്ചത്. കട്ടിൻ്റെ അടിയിൽ ആകെ 2 റൂമുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോക്കകത്ത് കാണാം. താങ്ക് യു.